അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 8:40-നാണ് ബസ്. അപ്പോൾ ബസ്സിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ, നല്ല പാടൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് MS ക്യാമ്പാണ് സ്കൂളിൽ നടക്കുന്നത്. എക്സാമൊക്കെ കഴിഞ്ഞു. 10 ദിവസത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് കുട്ടികൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് ഏത് സബ്ജക്റ്റ് എടുക്കുന്നവരായാലും ക്ലാസ് ടീച്ചേഴ്സാണ് MS ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാനും ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിന് ശേഷമാണ് പിന്നെ 10 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ ഓപ്പൺ ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂൾ അടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തോടു കൂടി ഇത് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തോടു കൂടെ നമ്മുടെ കഴിയാണ്. അപ്പോൾ ജസ്റ്റ് പുറത്ത് വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2 ദിവസം മുന്നേ തന്നെ നമുക്ക് അത് ക്ലാസ് അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാവരും കൂടെ ജസ്റ്റ് ഒരു തണലിൽ ഭാഗത്ത് നിന്നിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അതുവരെ പഠിച്ചതും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരത് പ്രാവർത്തികമാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് കുട്ടികളെ അങ്ങനെ പുറത്ത് നിർത്താനും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം നമ്മൾ അവരുടെ ക്ലാസ് ടീച്ചറായി ഫുള്ള് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂൾ പൂട്ടുന്ന സമയത്ത് കുട്ടികൾക്കായാലും അതേപോലെ നമുക്കായാലും ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു ക്ലാസ് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ മക്കളെ പോലെ തന്നെയാണ് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 2 മാസമാണെങ്കിലും നമുക്ക് അവരെ പിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുമ്പോൾ നല്ല ഒരു വിഷമം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തോടു കൂടെ സ്കൂൾ അവസാനിച്ചു. ഇനി നാളെ ഓപ്പൺ ഹൗസാണ്. അപ്പോൾ പേരൻസ് കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാം. ഇപ്പോൾ റംസാനും അതേപോലെ തന്നെ ചൂടും എല്ലാം ആയതുകൊണ്ട് പേരൻസ് ആണ് കൂടുതലായിട്ടും വരാറുള്ളത്. കുട്ടികൾ വരവ് കുറവായിരിക്കും. അപ്പോൾ ഇന്നത് ഓരോ പേരൻസായിട്ട് വന്നിട്ട് നമ്മുടെ ഓപ്പൺ ഹൗസും കൂടെ കഴിയണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. താങ്ക് യു.